ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മൻ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ബാലൻ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണല്ലോ. ബാലനോട് വന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിലും ബാലനൊന്നും മിണ്ടുന്നില്ല. ബാലന് നല്ല ദേഷ്യവും വരുന്നുണ്ട്. കാരണം ധർമ്മൻ്റെ ആ ഒരു സംസാര രീതി അങ്ങനെയായിരുന്നു കേട്ടോ. അളിയാ, എന്താ ദേവിക്ക് പറ്റിയത്? പിന്നെ അങ്ങനെ എന്തെങ്കിലും വിഷമിക്കേണ്ടതായിട്ടുണ്ടോ? നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോവാം. ഇവിടെ പറ്റിയില്ലെങ്കിൽ നല്ല സൗകര്യമുള്ള ആശുപത്രി കൊണ്ടുപോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ അങ്ങ് വാതോരാതെ ധർമ്മൻ സംസാരിക്കാം കേട്ടോ. ഓ, ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ബാലിന് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ തന്നെ തോന്നുന്നില്ല. ആകെ ദേഷ്യപ്പെട്ടിട്ട് ധർമ്മനോട് പറയാം, എടാ ധർമ്മ, നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നെ കൊണ്ട് പോയത് ദേവിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണോ നീ വിചാരിക്കുന്നത്? എന്താ അളിയാ അങ്ങനെ പറയണത്? നമുക്ക് നല്ല സൗകര്യമുള്ള ആശുപത്രികൾ വേറെ ഇല്ലേ? ഇവിടെ പറ്റിയില്ലെങ്കിൽ വേറെ. അങ്ങനെ വീണ്ടും ധർമ്മൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ബാലനങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അവിടെ കസേരയിൽ പോയി ഇരിക്കുക കേട്ടോ. എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞു പോയാൽ നല്ല ചീത്ത കിട്ടും ധർമ്മന്. അപ്പോഴാണ് നമ്മുടെ ആര്യനും ആകാശം കൂടെ ഓടി വരുന്ന കേട്ടോ. എടാ, നിനക്ക് എന്താടാ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? മനുഷ്യൻ ഇവിടെ തല പുകഞ്ഞിരിക്കുക, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാടാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ആര്യനും ആകാശം കൂടെ ഓടി വന്നിട്ട് മാമൻ ഇങ്ങോട്ട് എണീറ്റ് വന്നേ, അച്ഛനെ ശല്യം ചെയ്യാൻ പോകണ്ട. എടാ, എന്താ കാര്യം? എന്താന്ന് നിങ്ങളെല്ലാവരും കൂടെ എന്നെ നിന്ന് എന്താ മറയ്ക്കുന്നത്? അളിയനോട് ചോദിച്ചപ്പോൾ അളിയൻ ഒരു മറുപടിയില്ല. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? ദേവിക്ക് എന്താ പറ്റിയത്? ദേവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ച് ഇവിടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ കൊണ്ടുപോവാം. പറ, കാര്യം പറ. മാമ, അതൊന്നുമല്ല പ്രശ്നം. ഏട്ടത്തിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഞ്ഞിനെന്താ സംഭവിച്ചത്? കുഞ്ഞു പോയി, നമ്മളെ വിട്ടു പോയി. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അതെ, പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം കൊണ്ട് കരയാൻ തുടങ്ങി കേട്ടോ. എടാ, എങ്ങനെയാടാ ഇത് സംഭവിച്ചത്? ദേവി അങ്ങനെ ശ്രദ്ധിക്കാത്ത കൂട്ടത്തിലുള്ളതല്ലല്ലോ. അത് ശരിയാ. ഏട്ടത്തി പറയണത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും കാല് തന്നെ വീണാന്നാ, മാറ്റിൽ ചവിട്ടിയിട്ടെ വെള്ളം കിടപ്പുണ്ടായിരുന്നു, കണ്ടില്ലെന്നാ. അങ്ങനെ തന്നെ ആണോ? അങ്ങനെയാണെന്നാ പറയുന്നത്. എന്നാലും വലിയ കഷ്ടമായി പോയല്ലോ. ഇപ്പോൾ എനിക്ക് ദേവിയെ കാണണം. അയ്യോ മാമ, ഇപ്പം പോയി കാണണ്ട, ഒന്ന് സമാധാനപ്പെട്ട് അടങ്ങിയിരുന്നേ അവിടെ. എനിക്ക് ദേവിയെ കണ്ടേ പറ്റൂ. എനിക്ക് സംസാരിക്കണം ദേവിയോട്, ദേവിക്ക് സമാധാനം കൊടുക്കണം. എന്നാൽ പിന്നെ ചെല്ല്, അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്ക്. പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലേ? ഇപ്പോൾ ദേവിയെടുത്ത് എത്ര മാനസികാവസ്ഥയിൽ അവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? എന്തുമാത്രം സങ്കടപ്പെട്ട് മനസ്സ് തകർന്ന ഇരിക്കുന്നത്. അതിനിടയിൽ കൂടെ നിങ്ങളവിടെ ചെന്ന് ഓരോ കാര്യങ്ങളും കിണ്ടി ചോദിച്ചും പറഞ്ഞും എന്നിട്ട് സങ്കടപ്പെട്ട് അങ്ങ് കരഞ്ഞും കൂടെ കാണിച്ചു കൊടുക്കണം. ഇത്രയും വയ്യാതിരിക്കുന്ന ഈ ഒരു മാനസികാവസ്ഥ തകർന്നിരിക്കുന്നവർ മുമ്പിൽ ചെന്ന് കരഞ്ഞു കാണിച്ചാലേ നന്നായിരിക്കും. ചെല്ലങ്ങോട്ട് എന്നും പറഞ്ഞ് ആര്യനും ആകാശം കൂടെ വഴക്ക് പറയുമ്പോൾ ധർമ്മൻ ഒന്ന് അടങ്ങാട്ടോ. എന്നിട്ട് ധർമ്മൻ, ശരി എന്നാൽ പിന്നെ ഞാൻ അകത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. സമയത്ത് മീനാക്ഷിയാണ് ദേവിയുടെ അടുത്തിരിക്കുന്നത്. ദേവി ആകെ കണ്ണും തുറന്ന് ഇങ്ങനെ സ്തബ്ധയായിട്ട് അങ്ങനെ ഒരേ കിടപ്പ് കിടക്കുകയാണ് കേട്ടോ. മീനാക്ഷിക്ക് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നുണ്ട്. വല്ലാത്തൊരു ട്രോമയാണ് ഇപ്പം ദേവി ആ ഒരു ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത്, കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുകൊണ്ട്. അതുകൊണ്ട് ആത്മഹത്യക്ക് പോലും ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കാം. നിങ്ങൾ വേണം കൂടെ നിൽക്കാനും ധൈര്യം കൊടുക്കാനും ചിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം മീനാക്ഷി അവിടെ ഇരുന്ന് ഓർത്തുക. അങ്ങനെ പെട്ടെന്ന് ദേവി ഇങ്ങനെ മിണ്ടാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയെ വിളിക്കുകയാണ് ഏട്ടത്തിന്ന്. ഒന്ന് രണ്ടവണ വിളിക്കുമ്പോഴാണ് ദേവിക്ക് ബോധം വരുന്നത് കേട്ടോ. മീനാക്ഷി, ഏട്ടത്തി എന്തിരിപ്പാ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സമാധാനിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനിക്കാനാ? എൻ്റെ കുഞ്ഞ് പോയില്ലേ. ഞാൻ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർക്കായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ ഇവിടെ എവിടെയൊക്കെയോ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു മീനാക്ഷി. ഇനിയിപ്പോൾ എത്ര നമ്മൾ ശ്രമിച്ചാലും അത് നമ്മൾ ചെവി കേൾക്കത്തില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവി സങ്കടപ്പെടുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, ഏട്ടത്തി അത് തന്നെ ഓർത്തിരിക്കരുത്. നമുക്ക് നഷ്ടപ്പെട്ടു, ഇനിയും പോയത് തന്നെയാണ്. അത് തന്നെ ഓർത്തിരുന്ന് സ്വന്തം ആരോഗ്യം എന്തിനാണ് കളയുന്നത്? മീനാക്ഷി, എനിക്ക് ജീവിക്കണമെന്ന് തന്നെയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയുമെന്ന് പറയാം. ഏട്ടത്തി എന്തൊക്കെയായി പറയണത്? അങ്ങനെ ഏട്ടത്തി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മീനാക്ഷി ജീവിച്ചിരിക്കുന്നതാണോ തോന്നുന്നത്? ആ നിമിഷം ഞാനും എൻ്റെ ജീവനം കൊടുക്കും, നോക്കിക്കോ. ഞങ്ങൾക്ക് ഏട്ടത്തി ഇല്ലാതെ നമുക്ക് പറ്റുമോ? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ. നമ്മളെല്ലാവരും ഒന്നിച്ചാലല്ലേ ഒരു കുടുംബം നമ്മുടെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏട്ടത്തി ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ അങ്ങ് നിർത്തിയേക്കണം. ഒക്കെ ശരിയാവും. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ വേദന തന്നെയാണ് വന്നത്. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് പുറത്ത് വരണം. അല്ലാതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പറ. എത്ര ദിവസം നമ്മളിങ്ങനെ ഇരിക്കും? നമുക്ക് സംഭവിച്ചത് നമ്മൾ അതിനപ്പുറം ഇതിനേക്കാളും നന്നായിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കുന്നു, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. നമ്മളെ ഇത്രത്തോളം വേദനിപ്പിച്ചതില്ലേ, അവരുടെയൊക്കെ മുന്നിൽ കൂടെ തന്നെ ഏട്ടത്തിൽ നടന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ദേവിക്ക് മീനാക്ഷി. അങ്ങനെ ദേവി അതൊക്കെ കണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മീനാക്ഷി അവിടുന്ന് നേരെ വരുന്നത് ആനന്ദിൻ്റെ അടുത്തേക്കാണ്. ഒറ്റത്തിരുന്ന് ഭ്രാന്തന്മാരെ പോലെ ഒറ്റയ്ക്കും നമ്മുടെ ആനന്ദ് അവിടെ ഇരിക്കുമ്പോൾ, ആനന്ദേട്ടാ
ആനന്ദേട്ടൻ എന്തിനാ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. അതെ, നമുക്ക് ദേവിയെത്തിയെ അതിനിടയ്ക്ക് സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ദേവീനെ ഡിസ്ചാർജ് ചെയ്യാം, നാളെ ഡിസ്ചാർജ് ചെയ്യാം, ഇന്ന് ബില്ലൊക്കെ അടയ്ക്കണം എന്ന്. അതും കൂടെ വന്ന് പറയാനാണ് ആനന്ദിൻ്റെ അടുത്ത്. ആനന്ദേട്ടനോട് പറയാട്ടോ. അപ്പോൾ നാളെ തന്നെ ദേവിയെത്തി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ ആനന്ദേട്ടാൻ ചോദിക്കുക. ഉടനെ ആനന്ദിനങ്ങ് ദേഷ്യം വരും കേട്ടോ. വീട്ടിലേക്ക് എന്തിനാണ് അവളെ കൊണ്ടുപോകുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നാ? അവൾക്ക് സ്വന്തം വീടുണ്ടല്ലോ, അവൾ അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോവാനോ? എന്തൊക്കെയാണ് ആനന്ദേട്ടാ ഈ പറയുന്നത്? ദേവിയെടുത്ത് നമ്മളെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകേണ്ടത്? അല്ലെങ്കിൽ തന്നെ ദേവിയെടുത്ത് ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. ഡോക്ടർ പറഞ്ഞത് മറന്നുപോയോ? അങ്ങനെ ഏട്ടത്തി ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ഏട്ടത്തിയുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നമുക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? നമ്മളെ വീട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ട്, ഏട്ടത്തി നോക്കാനും ഏട്ടത്തിയോട് സംസാരിക്കാനും സന്തോഷത്തോടെ ഏട്ടത്തി പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനും ഒക്കെ. അല്ലാതെ ആനന്ദേട്ടൊന്ന് ആലോചിച്ച് നോക്ക്. മീനാക്ഷി, എനിക്കൊന്നും പറയാനില്ല. അവളുടെ അച്ഛനമ്മയും കാര്യങ്ങളൊക്കെ അറിയിക്കണം, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. അത് കഴിഞ്ഞ് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നും പറഞ്ഞ് ആനന്ദം അങ്ങ് ഒരു പോക്കങ്ങ് പോവാട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ മീനാക്ഷിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. എന്താ ഈ ആനന്ദേട്ടൻ ഇങ്ങനെ? കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ദേവിയെടുത്ത് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുവാണോ? അതോ ഇനി വിഷമം കൊണ്ടാണോ? എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ, ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ എന്നിങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബില്ലൊക്കെ അടച്ചിട്ട് ബാലനും ഗോമതിയും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയണ്ട, അതെ നമുക്കെന്നാ ഇറങ്ങിയാലോ, ഡിസ്ചാർജ് ആയല്ലോ, കാറ് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ആനന്ദ് എന്തിയെ? ആനന്ദിനോട് പറ ദേവിയെ വിളിച്ചിട്ട് വരാൻ. അപ്പോഴാണ് ബാലൻ പറയുന്നത്, ഇടി ആനന്ദ് വണ്ടിക്കകത്തിരിപ്പുണ്ട്. വണ്ടിക്കകത്താ? എന്താ ബാലേട്ടാ ഈ പറയുന്നത്? അവനല്ലേ അവളെ താങ്ങി പിടിച്ചൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, എന്നിട്ട് അവൻ നേരത്തെ കയറി അങ്ങിരുന്നോ? അവൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. എന്തായാലും നമുക്ക് മോളെ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ ദേവിയെ കാറിലേക്ക് പിടിച്ചെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ദേവിക്ക് നല്ല വയ്യായികയുണ്ട്, ക്ഷീണവും മനസ്സ് തകർന്നതിൻ്റെയും ഒക്കെ ആയിട്ട്. സുകന്യയും അതുപോലെ ധർമ്മനും ഒക്കെ ഉണ്ട്, കാത്തു നിൽപ്പുണ്ട്. എല്ലാവരും കൂടെ കാറ് വന്നുകൊണ്ട് തന്നെ ഓടിച്ചെല്ലാണ്. ഇതിനിടയ്ക്ക് രാമേട്ടൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ധർമ്മനോട്, ഇവർ വീട്ടിലെത്തിയോ, ഡിസ്ചാർജ് ആയോ എന്നൊക്കെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വരികയാണ്. ഇവരെ പോയി സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരുക കേട്ടോ. പതിയെ ദേവി നടന്ന് അകത്തേക്ക് കയറി വരികയും ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറിയിട്ടും ആനന്ദ് കാറിൽ നിന്ന് ഇറങ്ങണില്ല കേട്ടോ. അപ്പോൾ ആനന്ദിനെ ചെന്ന് ഒരുപാട് തവണ വിളിക്കുകയാണ്, ബാലമോനെ ആനന്ദ് നീ ഇറങ്ങണില്ലേന്ന്. അപ്പോഴാണ് ആനന്ദിന് ബോധം വരുന്നത്. ആനന്ദ് ആകെ മനസ്സ് കൈവിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആര്യനും ആകാശം അന്തം വിട്ട് പോവുക കേട്ടോ. ഈ ആനന്ദേട്ടൻ എന്താ ഇങ്ങനെ? ദേവിയെടുത്തിയെ സമാധാനിപ്പിക്കേണ്ട ആനന്ദേട്ടൻ ഇത്രത്തോളം ഇങ്ങനെ ഇരിക്കുന്ന കാരണം അവരും അന്തം വിട്ട് പോവുക കേട്ടോ. എന്നിട്ട് ആനന്ദിന് ഒരടി നടക്കാൻ കഴിയുന്നില്ല. താങ്ങി പിടിച്ചിട്ട് ആനന്ദ് ഒരു പ്രാർത്ഥന പോലെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നകത്തേക്ക് കയറി ചെല്ലാണ്. ഇത് കഴിഞ്ഞിട്ട് ദേവിനെ പതിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടിരുത്തുവാണ് കേട്ടോ. ദേവിക്ക് അവിടെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുകയാണ്. കാരണം ആ മുറിയിലുള്ള സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സന്തോഷമെല്ലാം തിരിച്ച് വന്നായിരുന്നു. പോരാഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന തൊട്ടിൽ അത് ദേവിയുടെ കണ്ണിലേക്ക് ഉടക്കി. അതും കൂടെ കാണുമ്പോൾ ദേവി ആകെ തകർന്നു പോയിട്ടോ. കാരണം അത്ര ആഗ്രഹത്തോടു കൂടിയാണ് ആനന്ദ് ആ തൊട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നതും കുഞ്ഞിനെ കിടത്തുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ തൊട്ടിലും കൂടെ കണ്ണിൽ കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സങ്കടമാട്ടോ. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ആനന്ദ് കയറി വരുന്നത്. ഒരു പ്രാന്തനെ പോലെ ആടി ആടി മുറിക്കകത്ത് കയറി വരിക. കയറി വരുമ്പോൾ തന്നെ ദേവി അവിടെ ഇരിപ്പുണ്ടല്ലോ. ദേവിയെ കാണുമ്പോൾ ആനന്ദിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് വയ്യ. അപ്പോൾ ആനന്ദിനെ കാണുമ്പോൾ ദേവിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ കുഞ്ഞു നഷ്ടപ്പെട്ട സ്ഥിതിക്ക് തന്നെ ഉപേക്ഷിക്കും എന്നുള്ളൊരു പേടി ദേവിക്കില്ലാതില്ല. ആനന്ദ് പതിയെ ആ കട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ദേവി പതുക്കെ ആനന്ദേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ആനന്ദേട്ടനെ ഒന്ന് സമാധാനിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി പതിയെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആനന്ദാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യണില്ല. എന്നിട്ട് പതുക്കെ ദേവി കൈയെടുത്ത് ആനന്ദിൻ്റെ തോളിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. ആനന്ദാണെങ്കിൽ ദേഷ്യം കൊണ്ട് കൈ അങ്ങോട്ട് ഒരു ഒറ്റ ഏറി, മാറി നിൽക്കടി അങ്ങോട്ട്, ഇതിനെ തൊട്ട് പോകരുതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തോടുകൂടി ദേവി വീണ്ടും തകർന്നു പോയിട്ടോ. എന്ത് പറയണമെന്നറിയാണ്ട്. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരാ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്